ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ പറയുക, പിറന്നാളെന്നാണ് പോയ പോക്കാം. അപ്പോൾ എന്തായാലും തുണ്ട് പിറന്നാളിൻ്റെ പീസിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് കണ്ടിട്ടോ. ബാക്കി ഡീറ്റെയിൽ പറഞ്ഞുതരാം. സന്തോഷം എവിടെ പോയി അവസാനിച്ചത് പറഞ്ഞുതരാം. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയല്ല കേട്ടോ. ഞങ്ങളൊന്നും ഞങ്ങളുടെ മനസ്സറിഞ്ഞ് സന്തോഷിച്ചാൽ അപ്പം തരും. ഇനി തരണതാണോ തെരിപ്പിക്കണതാണോ എനിക്ക് സത്യം പറയുക ഈ കുട്ടിച്ചാറ്റം കൂടോത്രം അങ്ങനത്തേനൊന്നും എനിക്ക് വിശ്വാസമില്ല കേട്ടോ. വിശ്വാസമില്ല വെച്ചാൽ എനിക്ക് മറ്റുള്ള ഞാൻ ജാതകം പിള്ളേരെ എഴുതിച്ചിട്ടില്ല. എൻ്റെ 4 മക്കൾക്കും ജാതകമോ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്കതിലൊന്നും അങ്ങനെ വലിയ വിശ്വാസമോ കാര്യമില്ല. കുഞ്ഞിനാണെങ്കിൽ ഇപ്പോൾ കല്യാണം ഇപ്പോൾ ജാതകം കൈമാറേണ്ടി ഒന്നും എഴുതിച്ചതല്ലേ. ആ ചടങ്ങിന് വേണ്ടി പ്രത്യേകിച്ച് ഞാൻ വായിക്കാനോ കേൾക്കാനോ ഞാൻ നിൽക്കാറില്ല. എന്താ വെച്ചാൽ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞത് ജീവിതത്തിൽ എന്തോ എന്നൊക്കെ അനുഭവിക്കുക എന്നുള്ളതാണ്. എന്നാലും ചില സ്ഥലങ്ങളിൽ ചില പ്രാവശ്യം ഞങ്ങൾക്ക് ഓരോന്ന് കിട്ടിയിട്ടില്ല എന്നിട്ട്. അപ്പോൾ ഒരേ ഒരു തെളിവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കസിൻ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ആ കുട്ടി ഫുള്ള് അച്ഛനും അമ്മയ്ക്ക് ഒരു ആൺകുട്ടി പെൺകുട്ടിയാണ്. അതെന്ന് പറഞ്ഞാൽ ചെക്കനെ അച്ഛനും അമ്മയും ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഭയങ്കര സൈഡാണ്. പെണ്ണിന് ഭാര്യയേക്കാൾ സൈഡ് അച്ഛനോട് അമ്മോടാണ്. അപ്പോൾ ഇവരുടെ ഭാര്യ വീട്ടുകാർ എന്ത് ചെയ്തു, ഒരു പാലക്കാട് ഇവിടെ ഒരു അമ്പലമുണ്ട് അത്ര. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ പോവുക കാരണം തന്നെ പറഞ്ഞു തരണം. അവിടെ പോയിട്ട് എന്തോ പൂജിച്ച് പൊടി മേടിച്ചിട്ട് രാത്രിയിൽ പാലിൽ എന്നും കലക്കി കൊടുത്തിട്ട് ചെക്കന് കൊടുക്കും അത്ര. അവസാനം ചെക്കൻ്റെ വീട്ടുകാരായിട്ട് വലിയ സ്നേഹവും കാരണം തന്നെയാണ് ചെക്കൻ്റെ ഭാര്യ വീട്ടുകാരുടെ സൈഡിലേക്കായി അങ്ങനെ എന്നൊക്കെ പറയണം. അപ്പോൾ അത് രണ്ടോ ഇല്ലേ എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട്. സത്യത്തിൽ എനിക്കിത് അപ്പോൾ നമുക്ക് ചെയ്യാനല്ല. അപ്പം ഞാൻ ഞങ്ങൾക്ക് ഇനി ഇങ്ങനെ ആരെങ്കിലും പണി തരുന്നതാണോ എന്നൊരു സംശയം. എന്താ വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും ഒരാളുടെ ലൈഫിൽ, എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് പോയി, എന്നിട്ട് ഞാൻ ബാക്കി പറയാം അല്ലേ. അങ്ങനെ ഞങ്ങളുടെ ഒരു ചെറിയ പിറന്നാൾ ആഘോഷമായിട്ട്. അപ്പം നമ്മൾ ശരിക്കും ബർത്ത്ഡേയുടെ അന്ന് ആഘോഷിച്ചില്ല. ഒരു പിറ്റേ ദിവസം ബർത്ത്ഡേയുടെ അന്ന് കാത്തും പൊന്നും ഷെബിയും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് കാരണം ഞങ്ങൾ പോയി കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അതിനൊരു മനസ്സ് വന്നില്ല. ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചാൽ സത്യം പറഞ്ഞാൽ കുണുക്കനെ ആലോചിച്ചിട്ട് കേട്ടോ. പൊന്നും അവരൊക്കെ എറണാകുളത്ത് പോയി പറഞ്ഞപ്പോൾ കുണുക്കിയും മൂഡ് ഔട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകാമെന്ന് വെച്ചു. പക്ഷേ ഞങ്ങളുടെ മനസ്സങ്ങനെ അനുവദിച്ചില്ല. ഇവരില്ലാണ്ട് പോയി എനിക്ക് അതിൻ്റെ ഒരു സുഖം തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശോഭ സിറ്റിയിൽ തന്നെയാണ്, അന്നും ശോഭ സിറ്റിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്നും ശോഭ സിറ്റിയിലേക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു കേക്ക് മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ അന്ന് ഞങ്ങൾ കേക്ക് മേടിച്ചില്ല. താഴെ ഒരു കേക്ക് കട ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ നോക്കിയപ്പോൾ ഐസ്ക്രീം കേക്കല്ലേ, ഐസ്ക്രീമിൻ്റെ കേക്കാണ്. അതാണ് കട്ട് ചെയ്യാനായിട്ട്. പക്ഷേ ഞാൻ അതിൻ്റെ അഡിക്റ്റായി. പൊന്നു എനിക്ക് വേറെ കേക്കൊന്നും ഇഷ്ടമില്ല. ഇപ്പോൾ കാത്തൂന് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾക്ക് ആർക്കും വേറൊരു കേക്കിനോടും ഇഷ്ടമില്ല, ഈ ഒരു കേക്കിനോടും ഇഷ്ടമില്ല. പ്രമോഷനോ കാര്യങ്ങളൊന്നുമല്ല, പ്രമോഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ഫുൾ കാശ് മേടിച്ചിട്ട് ഞാൻ കൊടുത്തിട്ട് മേടിച്ചിട്ടുള്ള കേക്കാണ്. എന്നാലും പറയാം നമ്മുടെ ശോഭ സിറ്റി നമ്മുടെ പുഴയുടെ അടയ്ക്കില്ല. ആ പുഴയോട് കൂടിയിട്ട് ഇത് BR എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് കേട്ടോ. പക്ഷെ എനിക്കൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ട് കാണണം, ഇവർക്കൊക്കെ അറിയാത്ത എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതന്നെയുണ്ട് അനിയൻ്റെ മോനായിട്ട്. അപ്പോൾ അനിയൻ ഇപ്പുറത്തെ അനിയത്തിനെ ഇടാം. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഞങ്ങൾ മാത്രമേ എപ്പോഴും ഉണ്ടാവാറുള്ളൂ. ഇപ്രാവശ്യം ആദ്യമായിട്ട് അനിയൻ്റെ വീട്ടിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊട്ടും പ്രതീക്ഷിക്കാണ്ടാണ് അങ്ങനെ ഒരു സംഭവം നടന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാവരും പോയി ഹാപ്പിയായി കേക്കൊക്കെ കട്ട് ചെയ്ത് വന്നു. പിന്നെ നമുക്ക് റിജോ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ എല്ലാവരും പോയി ഹാപ്പിയായി കേക്കൊക്കെ കട്ട് ചെയ്തും ഇത് എല്ലാവർക്കും വാനിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട അതന്നെയുണ്ട് അനിയനാട്ടാ. ഇപ്പുറത്തിരിക്കുന്നത് അനിയൻ്റെ ഭാര്യയാണ്. അവർക്ക് ഒരേ മകനുള്ളൂ, അതാണ് അപ്പുറത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ചിരിച്ച് കളിച്ച് വർത്തമാനം പറഞ്ഞ്. പക്ഷേ എനിക്ക് ഈ ഐസ്ക്രീം കേക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന് ശേഷം പിന്നെ പോയിട്ടില്ല. പോയി നമുക്ക് പ്രാവശ്യം കൊണ്ട് മേടിക്കാമെന്ന് വെച്ച് കുഴപ്പമില്ല. റേറ്റ് വലിയ റേറ്റ് എന്ന് പറയാൻ പറ്റും. 400 എത്രയോ അങ്ങോട്ടാണ്. ഈ 1/4 കിലോൻ്റെ കേക്കാണ് 400 സംതിങ് ഉണ്ട്. നോക്കുമ്പോൾ വില ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇത്രയ്ക്ക് വേണ്ടോ കേക്ക്, ഒരു കുഞ്ഞ് കേക്ക് വേണ്ട. ഞങ്ങൾക്ക് വലുതൊന്നും മേടിച്ച് കഴിഞ്ഞാലല്ല. അങ്ങനെ ഞങ്ങളുടെ ഐസ്ക്രീം ആട്ടോ, ഫുള്ള് ഐസ്ക്രീമാണ് കേട്ടോ. പൊന്നോ ഒരുത്തിന് തണ്ടിന് അങ്ങോട്ട് ചെരിയോടിയത് പുഴയൊന്ന് നിലത്ത കാർത്തുമ്മ ഞാൻ ഡബ് ചെയ്യുമ്പോൾ എൻ്റെ പുറത്ത് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ എനിക്ക് പിടിക്കാൻ പറ്റുക പേടിയാ. പെണ്ണ് കൈയും കാലൊക്കെ പൊക്കണേ താഴത്തേക്ക് വീഴും. ഞാൻ കട്ടിലും അതിൻ്റെ മുകളിൽ എൻ്റെ പുറത്താവുള്ളു.
വീണ് കഴിഞ്ഞാൽ വിചാരിക്കണ പോലെ കാര്യമാവില്ല. അതുകൊണ്ടാട്ടെ ഞാനങ്ങനെ ഓടിയിട്ടത്. അപ്പോൾ പുറത്ത് നോട്ടാ മാമ്മയുടെ അമ്മ പിടിച്ചു കേട്ടാ. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം കേക്ക് കഴിക്കാനും എല്ലാവർക്കും കഴിക്കാൻ ഭയങ്കര ആവേശം കേട്ടോ. സാധാ കേക്കാണെങ്കിൽ ഒരാൾക്ക് ഇത്ര വലിയ ആവേശത്തിന് ഓരോ തൊണ്ട് തിന്ന് മതിയായി എല്ലാവർക്കും, പ്രത്യേകിച്ച് ഞാനും. പക്ഷെ ഇന്ന് ഈ നല്ല ആത്മാർത്ഥമായിട്ടാണ് ഈ കേൾക്കുന്നത്. ഓൾറെഡി ഇവരൊക്കെ ഐസ്ക്രീം നല്ലോണം കഴിക്കാറ്, ഞാൻ കഴിക്കാറില്ല ഇപ്പൊ. എന്നാലും എനിക്ക് ലോക്കൽ ഐസ്ക്രീമിനോട് ഇഷ്ടമില്ല കേട്ടാ. സാധാ അങ്ങനത്തെ ടേസ്റ്റിൽ ഐസ്ക്രീം മാത്രമേ ഇഷ്ടമുള്ളൂ. അല്ലാണ്ട് സാധാ ചെറിയ അങ്ങനത്തെ ഐസ്ക്രീം എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. അതും എനിക്കറിയാം ഒരു മധുരത്തിന്. എനിക്ക് അങ്ങനത്തെ ഐസ്ക്രീം ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഐസ്ക്രീം കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പീസ് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ചോക്ലേറ്റിൻ്റെ ഒക്കെ. അത് ഭയങ്കര ടേസ്റ്റിയായിരുന്നു. 3 അങ്ങനെ ഞങ്ങളിത് ഓരോരുത്തർക്കും ഫുഡ് ഏൽപ്പിച്ചപ്പോൾ ഷെബിയും റുജൻ പറഞ്ഞു അവർക്ക് കിഴി പൊറോട്ട മതിയുണ്ട്, ഒരു സെറ്റ് കിഴി പൊറോട്ട അവർക്ക്. പിന്നെ എന്താ അനീതിക്ക് പുട്ട് മതിയായിരുന്നു, ഞങ്ങൾക്ക് അപ്പം, പിന്നെ ബീഫ് കറി, പിന്നെ എന്താ ചിക്കൻ തൊട്ട ഉള്ളി കൊച്ചുള്ളി ചുട്ട ചിക്കനാണ്. അങ്ങനെ എന്തൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ, കുഴപ്പമില്ല. പിന്നെ ആർക്കും ഒന്നും കയറുന്നില്ല, എല്ലാവർക്കും ഇത് മതി. ചെറിയൊരു പിറന്നാളാഘോഷം, ചെറിയൊരു ആഘോഷം, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു കുഞ്ഞ് കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ചു. ഒരു സിനിമയ്ക്കൊക്കെ പോയിട്ട് ഞങ്ങൾ എത്തുമ്പോൾ സമയമൊക്കെ എത്ര മണി? 2:30. അപ്പം ഈ പുതിയ വാച്ചിന് ആദ്യമായിട്ട് സമയം നമ്മൾ ഇപ്പോഴാണ് ഇതാട്ടെ നമ്മളെ പുതിയ വാച്ച് പൊന്നുഷേപ്പി കൂടി തന്ന വാച്ചാണ് കേട്ടതാ. ഭയങ്കരല്ലേ ഈ വാച്ചിനൊപ്പം ഉണ്ടാകുന്ന ഒരു ഇതാട്ടോ രസമുണ്ടാണല്ലേ. ഈ വാച്ചിക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ട് സാരിയാണ് സൂപ്പർ അല്ലേ. എനിക്ക് ഈ സാരിയുടെ ഫുള്ള് നിങ്ങൾക്ക് കാണിച്ചു തരാറില്ല, പക്ഷെ കാണാൻ പറ്റുന്നില്ല അല്ലേ. നല്ല ഭംഗിയുള്ളൊരു വർക്കും നല്ല സോഫ്റ്റ് മെറ്റീരിയലും ഭയങ്കര നല്ല രസമുള്ള ചുളിഞ്ഞിട്ടുള്ള മോഡലായി കണ്ടോ. എപ്പോഴത്തെ സിമ്പിളായിട്ടുള്ള വർക്കുകളുണ്ടോ, നല്ല രസം സാരി. എനിക്ക് ഭയങ്കര നമുക്കൊരു റിസപ്ഷനൊക്കെ കൊടുത്തു പോകാൻ പറ്റിയൊരു സാരി അല്ലേ. ഇഷ്ടമായ സൂപ്പർ അല്ലേ. ഫുള്ള് കാണേണ്ടത് കണ്ടോ. ഇത് ചെറിയ ചെറിയ വർക്കുകളാണ്, ഇതൊക്കെ വർക്കുകളായിട്ട് കണ്ട ഒരു പ്രീമിയം ക്വാളിറ്റിയിലായിരുന്നു സാരിയാണ് കേട്ടോ. എനിക്ക് പക്ഷെ വെസലിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊന്നിനോട് വെച്ചാൽ അമ്മ ഏത് സാരിയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു പൊന്നു നിനക്ക് ഏത് സാരി ഇഷ്ടമില്ല വെച്ചാൽ കൊണ്ടുപോകാൻ പറ്റുന്നത് വേണമെന്നൊന്നും ഇല്ല. പക്ഷെ ഞാൻ വന്നപ്പോ എന്താ പറഞ്ഞേട്ടാ, ഞാൻ മനസ്സിൽ വിചാരിച്ച സാരി തന്നെയാണ് പൊന്നി എനിക്കൊരു കുഴപ്പമിട്ടാ. അത് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണ് പൊന്നിനെ അറിയണോണ്ടായിരിക്കും അല്ലേ. അതിൽ ഈ ഒരു സ്റ്റോണും ഗ്രീൻ കല്ല് വെച്ചിട്ടുള്ളൊരു മാലും അതിനൊരു ചെറിയ സ്റ്റോൺ വെച്ചിട്ടുള്ള കമ്മലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇന്നത്തെ ലുക്ക് ഭയങ്കരല്ലേ, സിമ്പിളാണ്. ശബ്ദമാ സുന്ദരി ആയതുകൊണ്ട് ചെവിട്ടില് പഞ്ഞൊന്നും വെച്ചിട്ടില്ല. നമ്മൾ നല്ല മാച്ചാണ് കേട്ടോ, അങ്ങനെ നല്ല മാച്ചാട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നല്ലൊരു പിറന്നാൾ ആഘോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലും അത് നല്ല ഭംഗി പോലെ അല്ലേ. എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയായി. പക്ഷെ എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പിറന്നാള്. അനിയൻ്റെ വീട്ടിൽ ആദ്യം കൂടി ഞാൻ എൻ്റെ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഒന്ന് പുറത്ത് പോയി, എല്ലാം കൂടെ ഒന്ന് ഒരു ചെറിയ കുട്ടികൾക്കൊരു ഹാപ്പിനെസ് അവരൊന്ന് ഹാപ്പി അല്ലേ. എന്താ പറയാ, എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമായിട്ടാ. ഞാൻ പോയി നാളെ എങ്ങനെയും പോണെങ്കിൽ ഈ സാരി കൊടുക്കാല്ലേ. അല്ല വളരെ കുറച്ച് നേരം കൊടുത്തു എനിക്ക് നല്ലൊരു റീൽസ് എടുക്കാന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് സാരി, അടിപൊളിയായിട്ട് സാരി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഉടുക്കുമ്പോ നമുക്കൊരു നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. നമുക്ക് സാരി എടുത്തത് നമുക്കൊരു 4 ആൾക്കാരെടുത്തോളം ആത്മവിശ്വാസം അതുണ്ട് ഈ ഒരു സാരിക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാരിയാണ്. ഇതിന് 2 കളറുണ്ട്. അടുത്ത കളർ ഒരു പീച്ച് കളർ കേട്ടോ, അതും നല്ല ഭംഗിയുണ്ട്, ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഞാൻ കുറേ നാളായിട്ട് എൻ്റെ ഇല്ലാത്തൊരു കളറാണ്, ലൈറ്റ്
ഈ വൈകിട്ട് പോലത്തെ ഒരു കളർ കേട്ടോ. പക്ഷെ എനിക്കിഷ്ടമായി, നല്ല ഭംഗിയുണ്ട് അല്ലേ. എന്നാലും എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ നമ്മളെല്ലാം ഭംഗി നമ്മളല്ലേ നമ്മൾ ഇന്നലെ സത്യം പറഞ്ഞാൽ ഇന്നലെയാണ് നമ്മൾ പോണ ഇത്രയും ഭംഗിയോ കാര്യങ്ങളോ നമുക്ക് പിറന്നാൾ കിട്ടില്ല. വേറെ ആരും ഉൾക്കണമെങ്കിൽ മാത്രം നമുക്ക് എന്ത് രസമല്ല. അപ്പം ഇന്ന് നമ്മളെ മക്കളും ആ പിറന്നാൾ ആഘോഷിക്കാൻ എല്ലാവരും ഉള്ളപ്പോഴും ചെറുതായിട്ട് ഒരു ചെറിയ വിഷമം. എല്ലാരും കൂടി നമ്മളെല്ലാം അതിൻ്റെതായ അച്ഛനച്ഛൻ്റെ മോളില്ലാത്ത വിഷമം ഒക്കെ ശരി. കാലമാക്കാത്ത നമ്മളില്ലല്ലോ. അപ്പം എല്ലാം ശരിയാണെന്നുള്ള പ്രതീക്ഷയോട് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഈ സാരി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറഞ്ഞോട്ടെ. അപ്പോൾ ഈ സാരി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജ് കൃപ ഇൻസ്റ്റാ പേജിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഓക്കെ, പോട്ടെ. വീണ്ടും കാണുമ്പോൾ സന്ധ്യയ്ക്കും വണക്കം. പിറ്റേ ദിവസം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ആസ്റ്ററിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അത് ഏതാ ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ തിങ്കളാഴ്ചയാണ് അല്ലേ, ആസ്റ്ററിലേക്ക് പോവാണ്. അപ്പോൾ കുറേ ദിവസമായിട്ടാണ് ചെക്കപ്പിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അന്നേക്കാണ് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആസ്റ്ററിലേക്ക് പോയി രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ എന്നൊരു ദിവസം എറണാകുളം റൂട്ട് പോകുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഏത് ശരണഭവന ആനന്ദഭവൻ കേട്ടോ. നമ്മൾ ടോളൊക്കെ എത്തുന്നേക്കാളും മുന്നേ അല്ലേ ലെഫ്റ്റ്. പക്ഷേ ഒരു സമയത്ത് പൊന്നിൻ്റെ ഗർഭാലൊക്കെ ഞങ്ങൾ ഇതുപോലെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നേരെ സ്റ്റേ ചെയ്യുന്നു. പിന്നെ ഇടയിൽ ടേസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ ഇപ്പോൾ ഭയങ്കര ടേസ്റ്റ്. എന്നിട്ട് ഇന്നാൾ വന്നിട്ട് ഞങ്ങൾ ഇഡ്ഡലി മേടിച്ചു. ഒരു സെറ്റ് ഇഡ്ഡലി മേടിച്ചെങ്കിലും എനിക്ക് തിന്നാൻ കിട്ടിയില്ല. പിന്നെ ഞാൻ മേടിച്ചില്ല ഈ ഡയറ്റ് കാരണം. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ എനിക്ക് ഒരു സെറ്റ് ഇഡ്ഡലി വേണമെന്നിട്ട് പൊന്നൂനും ഒരു സെറ്റ് ഇഡ്ഡലി 2 കേട്ടോ. എനിക്ക് 2 ഇഡ്ഡലി കുണിക്കിക്ക് പറഞ്ഞു കേട്ടോ. പക്ഷേ എൻ്റെ ഇഡ്ഡലി കുണുക്ക മസാല ദോശ, ഷെബി മസാല ദോശ, അച്ഛൻ നേരെ വെച്ചിട്ടാണ്. പക്ഷേ ഞങ്ങൾ ഈ ഓരോ പീസ് തിന്നത് അവിടെ ബാക്കി കുണുക്ക അവിടെ കൊണ്ട് വെച്ചു. അപ്പോൾ ഞമ്മൾ മോൻ കഴിച്ചു അത് വന്നിട്ട് കഴിക്കാമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. മോൻ കഴിച്ചുകൊണ്ട് അവന് വെച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ അവൻ തിന്നിട്ട് ഒരു പകുതി വശം ഇഡ്ഡലിയായിപ്പേക്ക് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ തിന്നു അവൻ്റെ മസാല ദോശ അവൻ കഴിക്കണം കേട്ടോ. എൻ്റെ നേരോസ്റ്റ് വന്നപ്പോൾ അത് കാർത്ത് മേടിച്ച് വെച്ചുകൊണ്ട് ഇപ്പം ഞാനും അതിനും ശശികളായിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾക്കൊന്നുമില്ല. കാത്തും ആ നേറോസ്റ്റ് മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളും. എന്നിട്ട് ഞങ്ങൾ ഇവരുടെ നിന്നൊക്കെ പൊട്ടിച്ച് തിന്നണതാണ് കണ്ടിട്ടാ. അങ്ങനെ 2 സെറ്റ് പൂരി മേടിച്ചു കഴിച്ചു. പക്ഷേ എന്നെ മുണ്ടുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കാപ്പി തട്ടിപ്പോയി കണ്ട. അല്ലെങ്കിൽ എവിടേക്ക് പോകുമ്പോഴും എന്നോട് ഒരു ജോലി ഡ്രസ്സ് വയ്ക്കണം കേട്ടോ. അന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ആകെ ടെൻഷനായിട്ടോ. കുന്നോളത്തിൽ പോകുമ്പോഴടക്കം കാറിനോട് ഡ്രസ്സ് വയ്ക്കണം കേട്ടോ. അന്ന് വെച്ചില്ല. അങ്ങനെ ഞാനത് ആസ്റ്ററിലെത്തിയിട്ട് നമ്മൾ ഒരു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഇനി വരേണ്ട കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തിലുള്ള ഇരിപ്പാട്ട് സൗമ്യ ഡോക്ടറെ കൂടി കണ്ട തുള്ളിച്ചാടി പോവാന്നുള്ള നിലയ്ക്ക് ഇരിക്കണതാണ്. പക്ഷേ ലൈഫല്ലേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ലല്ലോ നമുക്ക് ലൈഫിൽ ട്രാജഡികളും കാര്യങ്ങളും വരുന്നതില്ല പൊന്നോ. പക്ഷെ ഞങ്ങൾ ആ സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ ആ ഡോക്ടറാണ് പറഞ്ഞല്ലോ. സ്വതേ പറഞ്ഞ ഞങ്ങൾക്ക് ആസ്റ്ററിലെ എല്ലാ ഡോക്ടേഴ്സും എല്ലാ സ്റ്റാഫും ഇങ്ങനൊരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ സ്റ്റാഫ് ഉണ്ടാവില്ല എനിക്കറിയില്ല. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ പറയും ഒരുപാട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ടുള്ള ഒരു വ്യക്തി, ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റൽ എന്നുള്ള ഒരു മാർക്ക് ആസ്റ്ററിന് താല്പര്യമൊന്നുമില്ല. പിന്നെ നമ്മളങ്ങനെ എത്തിപ്പെടുകയാണെങ്കിൽ നിവൃത്തിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് പ്രമോഷൻ കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഞാൻ കാര്യമായിട്ട് പറയാം, നമ്മളൊരു ഇൻഷുറൻസ് കൂടിയിടുക. എനിക്ക് ഞങ്ങളുടെ ലൈഫിലെന്ന് വെച്ചാൽ അതിന് വേറെ ആർക്കും വരരുത്. ഒരു നല്ല ഇൻഷുറൻസോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിടുക. അപ്പം നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ തേടാം. ഇൻഷുറൻസ് EMI ഒക്കെ അടയ്ക്കുന്നതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പക്ഷേ ഞങ്ങൾക്കത് പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ പോലും അതിനിടെ കുറേ ദിവസമായി പോവാന്ന് പറയണു. അങ്ങനെ ഞങ്ങൾ ചെക്കപ്പിന് പോയി. അപ്പോൾ തന്നെ ഒന്ന് സമാധാനമാകുമ്പോൾ ഒന്ന് അടുത്തത്. അപ്പോൾ ബ്രസ്റ്റ് മിച്ചൊക്കെ ഒന്ന് കുറഞ്ഞു വന്നപ്പോഴാണ് നമ്മുടെ ലിവറിലേക്ക് ബാധിച്ചത്. അപ്പോൾ ലിവറിൻ്റെ കാര്യത്തിൽ ദൈവം സക്സസ്ഫുള്ളാക്കി. എന്നാലും ഞാൻ ഇത്രയും പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എനിക്ക് ലിവറിനെ പേടിച്ചിട്ടാണ് ഞാൻ സത്യത്തിൽ പോയിട്ട് ഞാൻ ചെയ്യാനോട് വയറ് ചെക്ക് ചെയ്യുക. വയറ് ചെയ്തായിരുന്നു എൻ്റെ മെയിൻ. ഈ ബ്രസ്റ്റ് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നാത്തതാണ്. ഞാൻ ബ്രസ്റ്റ് വലിയ കുഴപ്പമില്ല. എനിക്ക് വയറാണ് ടെൻഷൻ. ലിവറിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്? പിന്നെ പിത്താശയത്തിൽ കല്ലുകളാണ് വല്ല ഇൻഫെക്ഷൻ വന്നാൽ നേരെ ലിവറിലേക്ക് ബാധിക്കുക. പെട്ടെന്ന് നമ്മൾ അറിയില്ല. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകും എന്തെങ്കിലും ഒരു വേദനയോ കാര്യങ്ങളോ വന്ന് എനിക്ക് ഓൾറെഡി ഈ ശരീരം മൊത്തം വേദനകളാണ്. ഇതിന് എന്തിൻ്റെ വേദനയാണോ വരുന്നത്? എനിക്ക് ഓൾറെഡി കിടന്ന് എനിക്കതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, ശരീരവേദനയും കാര്യങ്ങളൊക്കെ ഉള്ളത്.
അപ്പോൾ എന്തിൻ്റെ വേദന എന്നൊക്കെ അറിയാത്ത എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി വയറിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അല്ലേ. ഞാൻ വെയിറ്റ് കുറച്ചതിന് ഗുണമുണ്ടായി. സെക്കൻഡ് സ്റ്റേജിലായിരുന്നു എൻ്റെ ലിവർ ഫാറ്റ് ലിവർ സെക്കൻഡ് സ്റ്റേജിലായിരുന്നു. അത് ഫസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയത്. അത് എളുപ്പം അല്ല, പക്ഷേ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലാണ് എത്തി. ഞാൻ ഫുഡെല്ലാം കഴിക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിൻ്റെ അളവ് വളരെ കുറവായിട്ട് കഴിക്കാറ്. ഇപ്പോൾ കുറച്ച് എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങിയത്. ഇനി വീണ്ടും ഡോക്ടർ എന്നോട് തന്നെ പറഞ്ഞു നിർത്തിക്കോ വേണ്ട. ഞാൻ പറഞ്ഞു ഡോക്ടർക്ക് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഡയറ്റ് വേണം, ഇന്നത്തോടുകൂടി നിർത്തിക്കോ, ഡയറ്റ് നിർത്തിക്കോ എന്നല്ല, തീറ്റ നിർത്തിക്കോ, ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ പെരുന്നാൾ ഡോക്ടർ അതുകൊണ്ട് അവിടെ കഴിഞ്ഞിട്ട് പെരുന്നാളിൽ റിസൾട്ട് മുന്നേ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ടല്ല, എന്നാലും നമ്മളെല്ലാവർക്കും വീട്ടിൽ ബന്ധുക്കൾ വരുമല്ലോ, അപ്പോൾ അവർക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഇപ്പം എന്തെങ്കിലും നമ്മൾ ചെറുതായിട്ട് കഴിക്കുമല്ലോ എന്തെങ്കിലും. അപ്പോൾ അതോടുകൂടി ഞാൻ കഴിക്കുന്നത് പിന്നെ നമുക്ക് ഇത് തന്നെ ഓംലേറ്റോ കാര്യങ്ങളോ അങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും പോവാന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഡോക്ടർ നമുക്ക് എന്തായാലും സംഗീത 5-6 മാസമായി നമുക്ക് സ്കാൻ ചെയ്യാം, വയറ് സ്കാൻ ചെയ്യാം, പിന്നെ 42 വയസ്സായില്ലേ വെച്ചാൽ അപ്പോൾ ഒരു മാമോഗ്രാഫി ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ ബ്രസ്റ്റിന്. അങ്ങനെ നമ്മുടെ എല്ലാ സമയം നല്ലതുകൊണ്ട് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ നമ്മളോട് 5-6 മാസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 0.2 ബ്രസ്റ്റിൽ ഒരു എന്തൊരു ഇത് കാണുന്നുണ്ട്. പക്ഷെ അന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് കണ്ട പോലത്തെ അല്ല അത് ഡോക്ടർ പറഞ്ഞത്. അന്ന് കണ്ട പോലത്തെ അല്ല, ഇത്ര നാളുണ്ടായിരുന്ന പോലത്തെ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ക്യാൻസർ ആയിട്ടൊന്നും പറയണ്ട, പേടിക്കാനൊന്നും ഇല്ല. ഇപ്പോൾ 2.0 നമുക്കത് 4ൻ്റെ അപ്പുറത്തേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടി വരും. എന്നാലും ശ്രദ്ധിക്കണം, ചിലപ്പോൾ അത് ക്യാൻസറിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മാമോഗ്രാഫി കഴിഞ്ഞ് സ്കാനിങ്ങിന് വന്ന് ഞാൻ കിടന്നപ്പോൾ എനിക്ക് പിന്നെ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നമുക്ക് സത്യം സ്കാനിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഒരു ബ്ലാക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ സാധനം അവിടെ ഉണ്ട്. നമുക്ക് പിന്നെ ഇവിടെ നിന്ന് കറക്റ്റ് സ്ഥലത്ത് എത്തുമ്പോൾ ആയിരിക്കും നോക്കി അറിയുന്നുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ അന്നത്തേക്കാൾ വലിപ്പം കൂടി എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് മനസ്സിലായി കണ്ടപ്പം. അപ്പോൾ 4.7 ഞങ്ങൾ തോന്നുന്നു ഡോക്ടർ അത് എഴുതിയത് പറഞ്ഞത്, സ്കാനിങ്ങിൻ്റെ ഡോക്ടർ. അങ്ങനെ അപ്പോൾ ആ ഡോക്ടർക്ക് ഇതായിട്ട് വേറെ ഡോക്ടറെ വിളിച്ചു, ആ ഡോക്ടറെ സ്കാൻ ചെയ്തു. അപ്പോൾ അവർ ആ ഡോക്ടർ വേറെ ഡോക്ടറെ വിളിച്ചു, ഡോക്ടർ ലക്ഷ്മി എന്ന് തോന്നുന്നു. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് നേരം പുറത്തേക്ക് ഞാൻ റിസൾട്ട് നോക്കിയിട്ട് പറയാമെന്ന് പറയാം. ഇങ്ങനെ ചെറിയൊരു ഇത് കാണാണ്ട് നമുക്കത് ടെസ്റ്റിന് അയക്കല്ലേ നല്ലതെന്ന് വെച്ചു. അപ്പം അങ്ങനെ എല്ലാ സമാധാനവും വീണ്ടും നഷ്ടപ്പെട്ടു. ഞങ്ങൾക്കറിയില്ല ഡോക്ടർ സംഗീത. ഞാൻ റിസൾട്ട് കാണിക്കാൻ എനിക്ക് സൗമ്യ ഡോക്ടറോട് വിളിച്ചാൽ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഡോക്ടറൊക്കെ എൻ്റെ പേഷ്യൻ്റെ ടെൻഷൻ അടിച്ചിട്ടാണ് വിട്ടിക്കണ്. ഡോക്ടർ സൗമ്യ ഡോക്ടർ ചോദിച്ചു സംഗീതനെ ടെൻഷൻ അടുപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് വിട്ടിക്കണേ ചോദിച്ചു. ഡോക്ടർ ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഞാൻ ഡോക്ടറോട് എനിക്ക് പ്രാവശ്യം ടെൻഷൻ ഇല്ല ഡോക്ടർ, ടെൻഷൻ മുഴുവൻ എനിക്ക് ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞു. ഇവിടെ പിന്നെ ചെറിയ വീട്ടിലൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പം ഈ അവസ്ഥ വല്ലാത്തൊരവസ്ഥ. ജീവിതം എന്ത് പരീക്ഷണമെന്നൊരു പിടുത്തമില്ല. പക്ഷെ ഡോക്ടർ അവിടെ നമ്മൾ സ്ഥിരം കാണിക്കുമ്പോൾ നമുക്ക് അത്രയും സ്റ്റാഫുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും സപ്പോർട്ട് കേട്ടോ. അപ്പോൾ സ്റ്റാഫുകളോട് അതിനായിട്ട് പറഞ്ഞു റിസൾട്ട് അങ്ങനെ പോസിറ്റീവായി, പിന്നെ ഞങ്ങളതിനെ കാണില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പോണേട്ടാ അടുത്തുണ്ട്. സത്യം പറഞ്ഞ ജീവിതം അടുത്തിട്ടാ നിൽക്കുന്നു. എന്നോട് അങ്ങനെയല്ല, പരീക്ഷണം ദൈവം പരീക്ഷിച്ചിട്ട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ പരീക്ഷണങ്ങൾ നടത്തണെന്ന് അറിയില്ല. എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും ദൈവത്തിന്. ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഈ ജന്മത്തെ അറിഞ്ഞുകൊണ്ട് ഞാൻ വേറെ ആർക്കും തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്നെ ആരെങ്കിലും പ്രാഗുണ്ടെങ്കിൽ പിടിക്കണമെങ്കിൽ അത് അവരുടെ ഇതുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞു, അല്ലാണ്ട് അവർ പ്രാഗം ഉണ്ടല്ലോ. പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തു കൂട്ടിയിട്ട് എന്നെ തളർത്തിയിടാൻ പറ്റി നോക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താ വെച്ചാൽ പലയിടത്തും നോക്കി പറഞ്ഞിട്ട് ഈ കുട്ടിക്ക് ഭയങ്കര കണ്ണേറാണ്. എവിടെ പണ്ട് നോക്കിക്കേ ഇന്നത്തെ അതിലാട്ടോ. ഞാനൊരു സ്ത്രീ വന്നിട്ട് ഒരു നിറയെ മഞ്ഞളൊക്കെ സ്ത്രീ വന്നിട്ട് ഈ പെൺകുട്ടിക്ക് ഒരു എത്ര വർഷം മുന്നേ വന്നിട്ടാ പറഞ്ഞിട്ടുണ്ടാവുക മുന്നേ എനിക്ക് ഓപ്പറേഷനൊക്കെ നടത്തുന്നേക്കാൾ മുന്നേ വിശ്വസിക്കില്ല ഒരാളും. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല എൻ്റെ വീട്ടിലിട്ട്. അപ്പം എൻ്റെ വീട്ടിൽ ഫ്രണ്ടിൽ ഇങ്ങനെ ഗ്രില്ലിട്ടാ. അപ്പോൾ ഒരു പെണ്ണു തളികയിൽ
ഒരു പാമ്പിൻ്റെ തല വെച്ചിട്ട് മേലൊക്കെ മഞ്ഞ നിറമായിട്ട് വന്നു കേട്ടോ, ശരീരം മൊത്തം മഞ്ഞ. ഒരു കാണുമ്പോൾ സത്യം ഒരു അമൃതാന്തമയില്ലേ അതുപോലെ ഉണ്ടച്ചിട്ട് ആ ഒരു നിറത്തിലൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ ഒരു പ്രകൃതം പോലത്തെ ഒരു സ്ത്രീയാണ് വന്നത്. അങ്ങനെ വന്നു. വന്ന ശേഷം ആരും ഇല്ല, പൊക്കമുള്ള പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എൻ്റെ ഒരു കാശും ഇല്ല എന്നാണ്. അപ്പോൾ ഞാൻ ഇവിടെ ആരും ഇല്ല എന്നാണ് വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു കല്യാണം അതിൻ്റെ അധികം ആയിട്ടില്ല, അമ്മയൊക്കെ അങ്ങോട്ട് പോയിക്കും. അപ്പോൾ അതിൽ ഓൾറെഡി ഞാൻ ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ട് ആരും വന്നിട്ട് തുറക്കുള്ളൂ. അപ്പോൾ ഞാൻ ഗിരിലിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പറഞ്ഞു ആരും ഇല്ല പൊക്കോളൂ. അപ്പോൾ എനിക്കൊരു കാര്യം പറയണം. അപ്പോൾ ഞാൻ ഒന്നുമില്ല പൊക്കോളൂ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ശരീരം മൊത്തം കണ്ണിട്ടിക്കുകയാണ്, ശരീരത്തിൻ്റെ എല്ലാ ഭാഗം കീറി പൊളിക്കും എന്നാണ്. അത് പറഞ്ഞത് അങ്ങ് പോയി. എന്നിട്ട് ഞാൻ അത് പോയി കുറച്ച് കഴിയുമ്പോൾ ഞാൻ വാതിലൊക്കെ തുറന്നിട്ട് അപ്പുറത്ത് വല്യമ്മയുടെ വീടൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഞാൻ പോയി ഇങ്ങനെ സ്ത്രീ വന്നിട്ട്. അപ്പോൾ ഇവർ ആരും സ്ത്രീനെ കണ്ടുവിട്ടില്ല. ഉച്ച നേരത്തെ വന്നത്, അവരാരും സ്ത്രീനെ കണ്ടുവിട്ടില്ല, അങ്ങനെ ആരും വന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ആ സ്ത്രീ ഇന്ന് പറഞ്ഞത് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ വേവങ്ങളും കീറുമെന്നാണ്. എൻ്റെ 2 ചെവി കീറിയുണ്ട് കേട്ടോ, കാല് കീറിയുണ്ട്, 2 കൈ കീറിയുണ്ട്, വയറ് കീറിയുണ്ട്, ബ്രസ്റ്റ് കീറിയുണ്ട്. ഇനി എന്താ വേണ്ടാത്ത ഞാൻ മാത്രമാണ് വർത്താൻ പറഞ്ഞത്. എന്താ പറയാൻ തരിച്ചു സത്യമായിട്ടും ഭയങ്കര ഒരു എന്താണ് നിരാശ ജീവിതത്തിനോട്. ഇന്നലെ പറഞ്ഞപ്പോ ഞാൻ പോയിട്ട് അനുമതിയുണ്ട്. അതുകൊണ്ടല്ല ഒരാള് എന്നുള്ളതല്ല, പരീക്ഷണങ്ങളെ ഇനിയും ബാക്കിയായിട്ട് കിടക്കുമ്പോള് ആയിട്ടില്ല ഓനായി അവർ വിളിക്കുമ്പോഴന്നെ. അപ്പൊ അങ്ങനെ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നു. ആരൊക്കെ എന്ത് ചെയ്താലും ഇനി അങ്ങനെ ഒരു ഇതിലാണ് വേണ്ടോടത്ത് വെച്ച് കാണാം. അപ്പം എൻ്റെ മൈൻഡ് അതാ. എന്നോട് പറയാറ് എന്തെങ്കിലും ചെയ്യേണ്ട ഒന്നിപ്പോൾ നോക്കിക്കായിരുന്നില്ല, എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് നോക്കിയായിരുന്നില്ല, എന്തിങ്ങനെ ഇത്രയും ഓപ്പറേഷനും കഴിഞ്ഞ ശരീരത്തിൽ നോക്കി ഞാൻ എവിടെയും നോക്കിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് അറിയാം, നമ്മളിത് നോക്കിക്കാനും പിന്നെയാണ് ഇതിന് പിന്നാലെ നടക്കാനും നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഈ ചെയ്യണതൊക്കെ നമ്മുടെ രക്തബന്ധങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതെന്തായാലും ചെയ്യും. ടെസ്റ്റ് ചെയ്യണേറ്റ് മുന്നേ ഡോക്ടർ പറഞ്ഞു എന്തായാലും നയൻതാര മാഡത്തിന്റെ ഭാഗത്തിന് അവിടുത്തെ ഒരു ഹെഡിനാണ് കേട്ടോ ഇതിന്റെ. അപ്പൊ ഇനി ജോ തോമസിലെ ആള് ഭയങ്കര രസമുള്ള ഡോക്ടറാണ്. ആള് ഭയങ്കര അതായത് ബ്ലഡ് നമ്മള് ടെസ്റ്റ് ചെയ്തിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും പെർഫെക്റ്റ് ആക്കണം. ഇനി ഇങ്ങോട്ട് വരാണ്ടിരിക്കട്ടെ, നമ്മളിവിടെ നിന്ന് കാണാണ്ടിരിക്കട്ടെ, വേഗം പൊക്കോ, ഒരു കുഴപ്പമില്ല കേട്ടാ, വേഗം പൊക്കോട്ടാ. ഇനി ഗുരുവായൂർ പോയിട്ട് വഴിപാട് ഇട്ടോളൂ കേട്ടോ. 3 പ്രാവശ്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഗുരുവായൂർ പോയിട്ട് വഴിപാട്. അപ്പം എന്തായാലും പറ്റാണ് ഗുരുവായൂർ പോയിട്ട് വഴിപാടിടാം. ഇനി അതും തടസ്സം ഉണ്ടാവുമെന്ന് അറിയില്ല. എന്താ വെച്ചാൽ ഞാൻ ഈ പ്രാവശ്യം ബുക്ക് പൂജിക്കാൻ വെക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഏകദേശം നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ 1 മണിക്കൂറത്തെ പരിപാടിയുള്ളൂ. ടെസ്റ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് പോയതല്ല. അപ്പോൾ ഒരു 1-2 മണിക്കൂർ ഞങ്ങൾ ഒരു 4-5 മണിയാകുമ്പോൾ എത്തുമ്പോഴേക്ക്. പക്ഷേ ഞങ്ങൾക്ക് ബുക്ക് പൂജയ്ക്ക് വെക്കാനോ ഒന്നിനും പറ്റിയില്ല. പിന്നെ ഞാൻ ഡേറ്റ് ആയിരിക്കില്ല, ഡേറ്റ് കഴിഞ്ഞിട്ട് ഇരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ മാസം അതായത് 10 ദിവസം കഴിഞ്ഞാൽ ഡേറ്റ് ആയത്. ഈ പ്രാവശ്യം അത് ഡേറ്റ് വൈകിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിൽ ആവാം. കാരണം ഇനി ഇതിൻ്റെ ഒരു തടസ്സത്തിൽ നമുക്ക് ഗുരുവായൂർ പോകാൻ പറ്റുമോ എന്ന് അറിയില്ല. ഞാൻ പോകാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ഗൂഗിൾ പേ ചെയ്യാൻ തന്നോ കേട്ടാ. അപ്പോൾ അങ്ങനെ ഇല്ല പോവും. അപ്പോൾ അങ്ങനെയാണ്. ഞാൻ കരയില്ല എന്ന് വെച്ചാൽ ഇനി കരഞ്ഞിട്ട് കാര്യമില്ല. കരയുമ്പോൾ ചിലപ്പോൾ ഞാൻ കരയണത് കാണാൻ ഒരുപാട് ഇന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് കാണാൻ ചിലപ്പോൾ കൊതിച്ചിരിക്കും. ഞാൻ കരയില്ല എന്ന് വെച്ചിട്ടിരിക്കുക. കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പറയണല്ലേ, മരിക്കാൻ നമുക്ക് പേടി ഉണ്ടായിട്ട് മരിച്ചു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും ഒന്നും അറിയണ്ട, കടങ്ങളുമില്ല, ബാധ്യതയില്ല, പോയിരിക്കുക സുഖമായിട്ട്. ചിലപ്പോൾ മരിക്കുമ്പോഴുള്ള ഒരു വിഷമവും വേദനയൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞില്ലേക്കാം. നമുക്ക് മരിക്കാൻ പേടി ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഇരിക്കുന്ന മുഖങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പോയാൽ പോലും ആത്മാവിന് ശാന്തി കിട്ടില്ല. ഇവരെന്നെ കാരണനാക്കിയിട്ട് ഞാൻ പോവുക. ഇവരെന്നെ കാര്യം കിട്ടിയാലും എൻ്റെ പോലെ ആവില്ല എനിക്ക് ഉറപ്പാണ്. ലൈഫിൽ അവർക്ക് ആര് വന്നാലും അപ്പോൾ പറയും നിങ്ങളുണ്ടെങ്കിൽ എല്ലാം നടക്കുള്ളൂ എന്ന് നിങ്ങൾക്കൊരു ഭാവമുണ്ട്. അത് ഭാവമല്ല, അതൊരു സത്യമാണ്. ചിലപ്പോൾ ആളില്ലാത്ത ആൾ വേറെ കല്യാണം കഴിക്കാൻ ലൈഫ് ഉണ്ടാവില്ല എന്നൊന്നും പറയില്ല. പക്ഷേ പെറ്റമ്മയ്ക്ക് തുല്യം പെറ്റമ്മേന് അതിനെ പകരം വയ്ക്കാൻ നമുക്ക് ഒന്നും ഉണ്ടാവില്ല. പേടിയായിട്ട് പറഞ്ഞത് പോകട്ടെ, വേറെ ഒന്നുമില്ല.
അപ്പം എല്ലാവരും പ്രാർത്ഥിക്കാം. എന്നെ കാണുമ്പോൾ എല്ലാവരും പറഞ്ഞു സംഗീതയ്ക്ക് വേണ്ടി വഴിപാട് നേർന്നുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ എന്നെ കാണുമ്പോൾ ഇപ്പം ഇപ്പോഴത്തെ ഒരു ശനിയാഴ്ച ഞങ്ങൾ വിഷ്ണുവിടെ അമ്പലത്തിൽ വരുമ്പോൾ ഞാൻ ചോറിന് ഒരു വീട്ടിൽ കയറി ഒന്ന് ഇവിടെ മദർ ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ കയറിയപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു സംഗീതയ്ക്ക് വയ്യാണ്ടായ സമയത്ത് ഇതെന്താ മുന്നോട്ട് ശബ്ദം. അങ്ങനെ നമുക്ക് അറിയണം ഒരാൾ. അപ്പോൾ നമുക്ക് അറിയണം ചേട്ടൻ വന്നിട്ട് എൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിൽ പഠിക്കാൻ ഷാജി പേപ്പർ എന്നോട് എന്തൊക്കെ അറിയിക്കണം കണ്ണിലൊക്കെ വെള്ളം വന്നിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്ത് വന്നാലും നമ്മൾ ടെൻഷൻ അടിക്കില്ല, തളരില്ലെങ്കിലും നമ്മളെ പിന്നാമ്പുറം നോക്കുമ്പോൾ ഒരു ടെൻഷൻ. അവർക്ക് നമ്മളല്ലാണ്ട് വേറെ ആരും ഇല്ലല്ലോ മക്കൾക്ക്. അപ്പം അതിൻ്റെ ഒരു ടെൻഷന് വേവലാതി ഇല്ല എന്നില്ല. ചെക്കൻ പോകുന്നുണ്ട് അച്ഛൻ്റെ അടുത്തേക്ക്. എന്താ പോരനെ കൊടുക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ മേടിക്കാൻ എന്താ ബീഫും വേറെ ഒന്നുമല്ല. നമ്മുടെ വീട്ടിൽ വിരുന്നുകാരുണ്ട് പെരുന്നാളായിട്ട്. നമ്മുടെ നാട്ടിൽ ഞങ്ങൾ പൂരമൊന്നുമല്ല ആഘോഷിക്കുക. കൂടുതലും ഞങ്ങൾ ആഘോഷിക്കുന്നത് നമ്മുടെ പള്ളി പെരുന്നാളാട്ടാ. നമ്മുടെ നാട്ടിൽ ഹിന്ദു ക്രിസ്ത്യന് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലാണ്ട് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് പൂരത്തിനേക്കാൾ കൂടുതൽ ആഘോഷിക്കുന്നത് പെരുന്നാളാണ് തോന്നുന്നുണ്ട്. അങ്ങനെ പക്ഷെ പെരുന്നാളൊക്കെ അടിപൊളിയാണെങ്കിൽ ഇപ്പം ഈ പെരുന്നാളൊക്കെ രാഷ്ട്രീയം മുഴുവൻ എല്ലായിടത്തും പെരുന്നാളൊക്കെ ദേവാലയത്തിൻ്റെ ഒരു പരിപാടി ആകുമ്പോൾ രാഷ്ട്രീയ ഇടകൾത്തിയൊക്കെയാണ്. അപ്പം അച്ഛൻ ഉണ്ണി വയ്യെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം മേടിക്കാൻ. എന്നാലും എൻ്റെ മക്കൾക്ക് ഞാൻ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കണവളാവില്ല. എനിക്കിപ്പോൾ അത് കുത്തിയിട്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു വേദന ഉണ്ട്. ബ്രസ്റ്റ് അതിങ്ങനെ കുഞ്ഞിപ്പോൾ കുടിച്ച് കഴിഞ്ഞാൽ ചീന്തി കളയാം. എന്നാലൊരു ഇങ്ങനെ ശ്വാസം വലിക്കുമ്പോഴേക്ക് തോന്നുന്നു ഒരു വേദന പോലെ തോന്നുന്നു. കാര്യമൊന്നുമില്ല, ഇതിൻ്റെ അപ്പുറം സഹിച്ചില്ല. എന്തായാലും ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ ഓപ്പറേഷൻ എന്തായാലും വേണം. നെഗറ്റീവ് ആയാലും വേണം, പോസിറ്റീവ് ആയാലും വേണം. അപ്പം എന്തായാലും നെഗറ്റീവ് ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം നെഗറ്റീവ് ആണെങ്കിൽ അത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാമല്ലോ. പോസിറ്റീവ് ആണെങ്കിൽ എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ പറയാം, അന്ന് കണ്ടിട്ട് ആ ചേച്ചിക്ക് അറിഞ്ഞിട്ടാണ് സംഗീതയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വഴിപാട് ഞാൻ ഒരാളല്ലാണ്ട് ഒത്തിരി ആൾക്കാരിനെ കാണുന്നുണ്ടാണ്. അങ്ങനെ ഒരു ആൾക്കാരുടെ പ്രാർത്ഥന കൊണ്ടാവും ഇപ്പോഴും കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കണം. ഇതൊക്കെ ദൈവം പരീക്ഷിച്ചാലും എന്നെ കുഴപ്പമില്ലാണ്ട് കൊണ്ട് നടത്തുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥന ഉണ്ട് കേട്ടോ, ഇല്ല പറയാൻ പറ്റില്ല. ഇഷ്ടം കൊണ്ട് കെട്ടി പിടിച്ചിട്ട് ഉമ്മ വെച്ചാൽ നമ്മൾ ആ ഹോട്ടലിലന്ന് പോയപ്പോൾ ആ ചേച്ചി നമ്മളെ ഭക്ഷണം കഴിച്ച അവർ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങുമ്പോൾ ഫുഡ് കഴിക്കാറുമ്പോൾ സംഗീതേ പൊന്നോ കുണുക്ക എന്നൊക്കെ അവർ വിളിക്കുമ്പോഴേ നമുക്ക് മനസ്സിലായിട്ടാ അവരുടെ മനസ്സിൽ നമുക്കുള്ള സ്ഥാനം എത്രയാന്ന് നമ്മളെ വിളിക്കുമ്പോഴേക്കല്ല. അവർ എൻ്റെ വീഡിയോ കാണുന്ന ഒരു ചിലർക്ക് ഒന്ന് വർത്തമാനം പറയാനൊക്കെ ഒരു ചമ്മലുണ്ട്. ഇപ്പം നാളെ നെക്സ്റ്റ് ഒരു അമ്മി മോളുണ്ട് ഒരു വാട്സാപ്പിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തു. പക്ഷെ എന്നാലും ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന മെസ്സേജ് കണ്ടിട്ട് അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് റിപ്ലൈ തന്നിട്ടില്ല. അതുകൊണ്ടാണ് വേറെ ഒന്നും വിചാരിക്കരുത്. നിങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി നമുക്ക് സന്തോഷം ചെയ്യണം. അങ്ങനെ അപ്പോഴേക്കും ഞങ്ങൾ അപ്പുറത്തുനിന്ന് എടുത്ത് ഇപ്പുറത്ത് കൊണ്ടിട്ട് വേണ്ടിയിട്ടാണ് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാരണം. അപ്പോൾ മെസ്സേജ് അയക്കാതെ വേറെ ഒന്നും തോന്നരുത്, വിഷമം തോന്നരുത്. ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ മെസ്സേജ് ഉണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട്, ഇഷ്ടപ്പെടണം. അങ്ങനെ എന്താ പോവുക പേര് പറയുന്നു, വ്ളോഗിൻ്റെ പേര് അങ്ങനത്തെ എന്തോ എനിക്ക് ഓർമ്മയിലില്ല കേട്ടോ. അങ്ങനെ പിന്നെ എന്താ പറയുക, പിന്നെന്തോ പറയണമെന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് എനിക്ക് വേണ്ടി. പിന്നെ നമ്മുടെ മമ്മി ഇൻസ്റ്റയിൽ മമ്മി എന്ന് അറിയില്ലേ, ആ മമ്മി അതാട്ടാ എനിക്ക് വേണ്ടിയിട്ട് മാതാവിൻ്റെ അടുത്ത് പോയിട്ട് മാലയൊക്കെ കോർത്തിടാറുണ്ട് അവരുടെ വിഷയത്തിൽ. അപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് വേണ്ടി വഴിപാട് ഇടുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ്ട് പഴംപൊരി എന്താണ്ട് ഞങ്ങൾക്ക് പത്തിരി. അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ് നമുക്ക് റിലയൻസിൽ നിന്ന് ഗിഫ്റ്റ്. റിലയൻസ് എന്നുള്ള ഗിഫ്റ്റ് അല്ല കേട്ടോ, റിലയൻസ് വഴിയാണ് നമുക്ക് ഈ ഗിഫ്റ്റ് എത്തിയത് അല്ലേ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാനാണ് കേട്ടോ ഇത്രയും ഗിഫ്റ്റ് വന്ന്. എനിക്കല്ല ഒരുപാട് ചുരിദാറുകൾ കേട്ടോ. എൻ്റെ ഫേസ്ബുക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ചുരിദാറൊക്കെ ഒരുമിച്ച് എനിക്ക് കിട്ടുന്നത്. അതും ഇത്രയും വിലയുടെ അല്ല. ഓരോ ട്രിപ്പ് പോകുമ്പോഴും ഞാൻ ആഗ്രഹിച്ചു വന്ന് എന്താ കുഞ്ഞിപ്പോൾ ഇതിന് പറയാം, ആ ബ്ലാക്ക് നമ്മൾ ഇന്ന് അജറക്കല്ല എന്നിട്ട് എനിക്കത് മറന്നു പോയിട്ടാ. അപ്പോൾ ഇതേ എനിക്ക് ആ ഗിഫ്റ്റ് തന്നെ ആളെടുത്ത് പറയണ്ടായിരുന്നു. ഒരു മഞ്ഞ എന്തായാലും വെക്കണം ഡ്രസ്സുകൾ. എന്താ വെച്ചാൽ എന്നെ അത്രയും അറിയുന്നൊരു വ്യക്തിയാണ് എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് സമ്മാനിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ ചുരിദാറും ഭയങ്കര ആവേശത്തോടു കൂടി ഞാൻ എടുത്ത് വയ്ക്കട്ടോ.
എന്താ പറയുക, അത്രയും സന്തോഷത്തോടെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കേട്ടോ. റിലയൻസ് നിന്ന് എല്ലാവരും കൂടി വരിക, ചെറിയ 3-4 ആൾക്കാർ നമ്മൾ അറിയണവർ, നമ്മൾ സ്ഥിരം പോകുമ്പോൾ നമുക്ക് അറിയണവരാണ് കേട്ടോ അവിടെ. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് രാത്രി ആകുമ്പോൾ വന്നിക്കണം. അപ്പോൾ ഞാൻ അടക്കളയിൽ പണിയെടുക്കുമ്പോൾ പൊന്നു കൊടുക്കുക വന്നിട്ട് പറഞ്ഞു, നമ്മൾ റിലയൻസ് നിന്ന് ചേട്ടന്മാർ വന്നിട്ട് അമ്മയ്ക്ക് ചുരിദാറുണ്ട്. അപ്പോൾ രാത്രി 10 മണിക്ക് അതിൻ്റെ പൊന്നോ. അപ്പം ഞാൻ റിലയൻസ് എന്താ കൊടുക്കുക, അമ്മ നോക്കിയപ്പോൾ ഞാൻ പോടാ അവിടെ നിന്ന് ഇല്ല അറിയില്ല. അപ്പോൾ എനിക്ക് റിലയൻസ് എന്നാണ് അവനക്ക് അറിയണതല്ലേ, അപ്പോൾ അങ്ങനെ നോണ്ട പറയുമെന്ന് ചോദിച്ചു വന്നു കേട്ടോ. അന്ന് നോക്കിയപ്പോൾ ഈ സത്യം അജറക്ക് എന്നാണോ പിന്നെ, അജറക്കല്ല ഇല്ല എന്താ എൻ്റെ ചുരിദാറിന് പറയാൻ പറഞ്ഞു, അത് പെട്ടെന്ന് കാണാന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ചുരിദാറോട്ട് കേട്ടോ, 1 2 3 4 5 6 7 8 9 ചുരിദാർ പറ്റി. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ സംസാരിച്ച് വീഡിയോ എടുത്തെങ്കിലും എനിക്ക് ടി വിയിലവിടെ പിള്ളേർ പാട്ട് വെച്ചാലും കോപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനത് ഇടാൻ. പക്ഷേ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഗിഫ്റ്റ്, ഇത്രയും വിലയുള്ള ഗിഫ്റ്റ് എനിക്ക് കിട്ടുന്നത്. എന്താ പറയുക, പിന്നെ ഞാൻ ആരാണത് കൊടുത്തേച്ച് എന്താണെന്ന് ഞാൻ പറയണില്ല. എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാം ഞങ്ങൾക്കൊരു ചേച്ചി ഉള്ളത്. ആ ചേച്ചി ഞാൻ ഇപ്രാവശ്യം എനിക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തയച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ അമ്മ പറയുന്നൊരു വാക്കുണ്ട്, ചെയ്തവരെല്ലാം മോൾക്ക് വേണ്ടി ചെയ്യും, മോൾക്കായിട്ട് ചെയ്യുക ഒരാളുണ്ടാവുമെന്ന്. ആ ഒരാളാണ് കേട്ടോ സത്യം. ഞാൻ എൻ്റെ ലൈഫിൽ ഓരോ ട്രാജഡി ഉണ്ടാകുമ്പോൾ ഞാൻ വളരെ എന്തമ്മ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഞാൻ എല്ലാവർക്കും എന്തെങ്കിലും എന്നോട് പറ്റുന്ന സഹായങ്ങൾ ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഞാൻ ആരും ഉണ്ടോ വെച്ചില്ല എന്ന് മുഖത്തടിച്ച് പറയാറില്ല. അങ്ങനെ എല്ലാവർക്കും ചെയ്തിട്ട് എന്തമ്മ എൻ്റെ ലൈഫിൽ എന്നും ഇങ്ങനെയെന്നൊക്കെ പറയും. മോൾക്കായിട്ട് സഹായിക്കാനും മോളെ ചെയ്തു തരാനും ഒരാളുണ്ടാവുന്നതാണ് കേട്ടോ സത്യം. ആ ആളാണ് കേട്ടോ ഞങ്ങളുടെ ദൈവത്തിൻ്റെ രൂപമാണ് ഞങ്ങൾക്ക് ആ ഒരു ചേച്ചി. ചേച്ചി താങ്ക്സ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്ത് പറയാമെന്ന് എനിക്കറിയില്ല. ഒത്തിരി സന്തോഷം, ഒരുപാട് ഇങ്ങനെയൊക്കെ ഡ്രസ്സ് കാണുകയെന്ന് പറഞ്ഞാൽ എന്താ പറയുക, പറയാമോ വാക്കുകളില്ലല്ലോ പൊന്നോ. എന്താ പറയാ, അമ്മ ലൈഫിൽ ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരുപാട് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ. അമ്മ മക്കളെ ബർത്ത്ഡേ ആഘോഷിക്കാനും ശ്രദ്ധിച്ചെന്നുള്ളു. അമ്മയുടെ ബർത്ത്ഡേ അമ്മ അങ്ങനെ വലിയ കാര്യമൊക്കെ ചിന്തിച്ചേന്നില്ല. പിന്നെ ഇപ്പം എനിക്ക് സന്തോഷമാണ്. ഇപ്പം എൻ്റെ മക്കൾ എൻ്റെ മക്കൾ സമ്പാദിക്കാൻ തുടങ്ങിയ ശേഷം അവർ മക്കളും മരുമക്കളും കൂടി എനിക്ക് ഗിഫ്റ്റ് തരാറുണ്ട് കേട്ടോ. അത് മക്കളെ കടമ. പക്ഷെ